പേർഷ്യയിലെ ഇസ്തഖർ എന്ന പ്രദേശത്തെ പാവപ്പെട്ടവനും അപ്രശസ്തനുമായൊരു വ്യക്തിയുടെ മകനായിരുന്നു സാലിം റളിയല്ലാഹു അൻഹു. അബൂ ഹുദൈഫയുടെ ഭാര്യയുടെ അടിമയായി അദ്ദേഹം മക്കയിൽ ജീവിച്ചു. അബൂ ഹുദൈഫയുടെ പിതാവ് ബദറിൽ കൊല്ലപ്പെട്ട ഉത്ബത്ത് ഇസ്ലാമിൻ്റെ ബദ്ധശത്രുക്കളിൽ ഒരാളായിരുന്നു. തൻ്റെ മകൻ അബൂ ഹുദൈഫ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അയാൾ പുത്രനെ വല്ലാതെ ദ്രോഹിച്ചു കൊണ്ടിരുന്നു. അബൂ ഹുദൈഫ തൻ്റെ ഭാര്യയുടെ ഉടമയിലായിരുന്ന സാലിമിന് മോചനം നൽകി ദത്തെടുത്തു. രണ്ടുപേരും സ്നേഹിതന്മാരെ പോലെ ജീവിച്ചു. ദീനീ സേവന രംഗത്ത് പിരിയാതെ നിലകൊണ്ടു. മരണത്തിൽ പോലും അവർ ഒന്നിച്ചു. സാലിം ഇബ്നു അബീ ഹുദൈഫ, അബൂ ഹുദൈഫയുടെ മകൻ സാലിം എന്നായിരുന്നു സാലിമിനെ വിളിച്ചിരുന്നത്. ഇസ്ലാം ദത്തെടുക്കൽ സമ്പ്രദായം നിരോധിച്ചതോടുകൂടി സാലിം മൗല അബീ ഹുദൈഫ, അബൂ ഹുദൈഫയുടെ മോചിതനാക്കിയ സാലിം എന്ന് വിളിക്കാൻ തുടങ്ങി. സാമൂഹിക സാംസ്കാരിക രംഗത്ത് മാനവതയ്ക്ക് പുതിയ അർത്ഥവും വ്യാപ്തിയും നൽകി പ്രാവർത്തികമാക്കിയ ഇസ്ലാം സാലിമിന് നൽകിയ പദവി ഉന്നതമായിരുന്നു. ജാഹിലിയത്തിലെ പൗരപ്രധാനികളും തറവാടികളുമായ അബൂലഹബിനെയും ഉത്ബത്തിനെയും ഇസ്ലാം താഴ്ത്തിക്കെട്ടിയപ്പോൾ അപ്രശസ്തരും അവഗണിക്കപ്പെട്ടവരുമായിരുന്ന അടിമകളായ സൽമാനെയും ഖബാബിനെയും ബിലാലിനെയും സാലിമിനെയും ഇസ്ലാം ഉന്നത പദവികൾ നൽകി ഉയർത്തുകയാണ്. കറുപ്പും വെളുപ്പും അറബിയതയും അനറബിയതയും അവിടെ പരിഗണിക്കപ്പെട്ടില്ല. പരിഗണിക്കപ്പെട്ടതാവട്ടെ തഖ്വ മാത്രം. തൻ്റെ അടിമയെ മോചിപ്പിച്ച് സ്വന്തം സഹോദരപുത്രിയെ വിവാഹം ചെയ്യിച്ച് ചുമലിൽ കൈയിട്ട് നടക്കുന്നത് തനിക്ക് അഭിമാനകരമാക്കി തീർത്ത പുതിയ സാമൂഹ്യ നീതി പഴമയുടെ എല്ലാ അവശിഷ്ടങ്ങളെയും തുടച്ചു മാറ്റി. പുതിയ ലോകത്ത് സാലിം റളിയല്ലാഹു അൻഹു പരിഗണനീയനായി തീർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ: എൻ്റെ സമുദായത്തിൽ നിന്നെപ്പോലുള്ളവരെ സൃഷ്ടിച്ച അല്ലാഹുവിന് സ്തുതി. ഖുർആനിൽ അവഗാഹം നേടിയിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, സാലിം, ഉബയ്യ്, മുആദ് റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പഠിക്കണം. എല്ലാ ഉത്തമ സ്വഭാവങ്ങളുടെയും ഉറവിടമായിരുന്നു സാലിം റളിയല്ലാഹു അൻഹു. തനിക്ക് സത്യമെന്ന് തോന്നുന്ന അഭിപ്രായം തുറന്നു പറയാൻ ആരെയും അദ്ദേഹം ഭയപ്പെട്ടില്ല. മക്ക വിജയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽ പ്രദേശങ്ങളിലേക്കും അടുത്ത ഗോത്രങ്ങളിലേക്കും ചെറിയ സൈനിക സംഘങ്ങളെ നിയോഗിച്ചു. ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നത് പോരാളികളായ നിലക്കല്ല, പ്രബോധകരായിട്ടാണ്. ഖാലിദ് ബിൻ വലീദ് ആയിരുന്നു ആ സംഘത്തിൻ്റെ നേതാവ്. ആ സംഘത്തിൽ സാലിമും ഉണ്ടായിരുന്നു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആ സൈന്യം ഏറ്റുമുട്ടലും രക്തച്ചൊരിച്ചിലും നടത്തി. സാലിമിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ തമ്മിൽ അഭിപ്രായ സംഘട്ടനം തന്നെ നടന്നു. ഖാലിദ് സാലിമിൻ്റെ അഭിപ്രായം സശ്രദ്ധം കേട്ട് മനസ്സിലാക്കിയെങ്കിലും തൻ്റെ ഭാഗം ന്യായീകരിച്ചു കൊണ്ടിരുന്നു. സാലിം റളിയല്ലാഹു അൻഹു അച്ചടക്കമുള്ള ഒരു സൈനികനായി ഖാലിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദൗത്യം തീരുന്നത് വരെ നിലകൊണ്ടു. ഇസ്ലാമിക ശിക്ഷണത്തിൻ്റെ മഹാത്മ്യമായിരുന്നു അത്. അവിടെ നടന്ന രക്തച്ചൊരിച്ചിലിൻ്റെ കഥയറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് അള്ളാഹുവിനോട് സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നാഥാ, ഖാലിദ് ചെയ്തതിന് ഞാൻ ഉത്തരവാദിയല്ല. ഉമർ റളിയല്ലാഹു അൻഹു ഖാലിദിനെ കുറിച്ച് പറയുമായിരുന്നു, ഖാലിദിൻ്റെ വാളിന് തിരക്കൽപ്പം കൂടുതലാണ്, വലിയ ധൃതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇസ്ലാമിൻ്റെ ഭദ്രതയെ തകിടം മറിക്കുന്ന വിധത്തിൽ മതപരിത്യാഗികൾ തലപൊക്കി. അവരെ അടിച്ചമർത്താൻ ഖലീഫ സൈന്യത്തെ തയ്യാറാക്കി നിർത്തി. സൈനിക നേതൃത്വം ആരെ ഏൽപ്പിക്കണം? സെയ്ദ് ബിൻ ഖത്താബിനെയും അബൂ ഹുദൈഫയെയും സാലിമിനെയും യഥാക്രമം ഖലീഫ വിളിച്ചു വരുത്തി സൈനിക നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. അവർ 3 പേരും അത് തിരസ്കരിച്ചു. എല്ലാവരും പറഞ്ഞ മറുപടി ഒന്ന് തന്നെ. അവർ പറയുന്നത്, വന്ദ്യരായ ഖലീഫ, അവിടുന്ന് ഇതിന് നിർബന്ധിക്കരുത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് എല്ലാ യുദ്ധങ്ങളിലും ഞങ്ങൾ പങ്കെടുത്തു. അന്നെല്ലാം ഞങ്ങൾ രക്തസാക്ഷിത്വം കൊതിച്ചിരുന്നു. പക്ഷേ ആ സൗഭാഗ്യം അന്ന് ഞങ്ങൾക്ക് ലഭിച്ചില്ല.
ഈ സമരത്തിലെങ്കിലും ഞങ്ങൾക്കത് കൈവരിക്കണം. സൈനിക നേതാവിൻ്റെ സാധാരണ ഭടനെ പോലെ പടക്കളത്തിൽ ഇറങ്ങി പടപൊരുതി രക്തസാക്ഷിയാവാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കണം. ഖലീഫ അവരുടെ അപേക്ഷ സ്വീകരിച്ചു. ഖാലിദ് ബിൻ വലീദിനെ പടനായകനാക്കി നിയമിച്ചു. അവർ യമാമയിലേക്ക് പുറപ്പെട്ടു. കള്ളപ്രവാചകനായ മുസൈലിമയുടെ സൈന്യവുമായി ഏറ്റുമുട്ടി മുസ്ലിങ്ങൾ ദയനീയമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ഒരു സമരമായിരുന്നു അത്. 3 പ്രാവശ്യം അവർ പരാജയം നേരിൽ കണ്ടു. സാലിം റളിയല്ലാഹു അൻഹു അടക്കം ഒട്ടനവധി സഹാബിമാർ രക്തസാക്ഷികളായി. പലനാൾ കൊതിച്ച ആ സൗഭാഗ്യം കരസ്ഥമാക്കാൻ തൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ ഹുദൈഫയോടൊപ്പം സാലിം റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൽ ഇറങ്ങി. ജാഹിലിയത്തിനെ മടക്കി വിളിക്കാനും ഇസ്ലാമിൻ്റെ കൈത്തിരി ഊതിക്കെടുത്താനും ബന്ധകങ്കണരായി പടപൊരുതുന്ന ശത്രുക്കളുടെ ശിരസ് സാലിമിൻ്റെ വാൾ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരുന്നു. തൊട്ടടുത്ത് മുഹാജിറുകളുടെ പതാക വഹിച്ച് ശത്രുവിൻ്റെ നേരെ കുതിച്ച സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് വീഴുന്നത് സാലിം റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം അങ്ങോട്ട് കുതിച്ചു ആ പതാക പൊക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മരണത്തിന് മുമ്പ് മുസ്ലിങ്ങൾ പരാജയം സംഭവിച്ചെങ്കിൽ ഞാൻ ഇത്ര കൊള്ളരുതാത്തവനായിത്തീരും. അദ്ദേഹം സ്വന്തം കാലുകൊണ്ടൊരു വൃത്തമുണ്ടാക്കി അവിടെ നിന്ന് പതറാതെ പൊരുതി. ശത്രുക്കൾ അദ്ദേഹത്തെ വളഞ്ഞു. അപ്രചോദ്യമായ വാൾപ്രയോഗത്തിന് മുന്നിൽ സാലിം റളിയല്ലാഹു അൻഹു പിടഞ്ഞു വീണു. തൊട്ടടുത്ത് അബൂ ഹുദൈഫയും. സാലിം റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിനടുത്ത് തലയും തലക്കടുത്ത് കാലും ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹു വീണ് കിടന്നിരുന്നത്. മരണത്തിലും ആ സാഹോദര്യ ബന്ധം വേർപിരിഞ്ഞില്ല. യുദ്ധം മുസ്ലിങ്ങൾക്ക് അനുകൂലമായി പര്യവസാനിച്ചു. മുസ്ലിമ വധിക്കപ്പെട്ടു. ശത്രുക്കൾ പരാജിതരായി. മരണപാരവശ്യത്തിൽ കിടക്കുന്ന സാലിം ചോദിച്ചു, എൻ്റെ സ്നേഹിതൻ അബൂ ഹുദൈഫ എവിടെ? അദ്ദേഹത്തിൻ്റെ കാര്യമെന്തായി? അവരറിയിച്ചു, അദ്ദേഹം രക്തസാക്ഷിയായിരിക്കുന്നു. സാലിം പറഞ്ഞു, എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തു. ഇതാ നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ഹുദൈഫ കിടക്കുന്നത്, അവരറിയിച്ചു. അൽഹംദുലില്ലാഹ്. ആ ചുണ്ടുകളിൽ അവസാനത്തെ പുഞ്ചിരി വിടർന്നു. ഒന്നിച്ച് ഇസ്ലാമായി, ഒന്നിച്ച് ജീവിച്ചു, യാതന സഹിച്ചു, അവസാനം ഒന്നിച്ച് രക്തസാക്ഷികളാവുകയും ചെയ്തു. ബിലാൽ ബിൻ മസ്നി പറയുന്നു, ഞങ്ങൾ യമാമ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങുകയാണ്. ഞാൻ സാലിമിനെ സ്വപ്നം കണ്ടു. സാലിം എനിക്ക് ഒരു സ്ഥലം നിർണയിച്ചു തന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പടയെങ്കി അവിടെ ഒരു പാത്രത്തിൻ്റെ ചുവട്ടിൽ ഒളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. താങ്കൾ ചെന്നത് പുറത്തെടുത്ത് ആവശ്യമുള്ളവർക്ക് വിൽക്കുക. അതിൻ്റെ വില എൻ്റെ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കുകയും എൻ്റെ കടം വീട്ടാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. ഞാൻ സാലിം റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ച സ്ഥലത്ത് ചെന്ന് അവിടെ പടയെങ്കി ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്നു. സംഭവം അദ്ദേഹത്തെ അറിയിച്ചു. ഖലീഫയുടെ സമ്മതപ്രകാരം സാലിമിൻ്റെ വസിയത്ത് ഞാൻ നിർവഹിക്കുകയും ചെയ്തു. അള്ളാഹു സാലിമിനെയും അബൂ ഹുദൈഫയെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ സ്ഥാനം, അവരുടെ ദർജ ഉന്നതിയിലാക്കട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങൾ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.